ഒരു മിനിറ്റിൽ നേടാം 1 മാർക്ക്. പൈതഗോറസ് ത്രികങ്ങളല്ലാത്തത് ഏത്? ഇത് ചെയ്യണമെങ്കിൽ എന്താണ് പൈതഗോറസ് ത്രികങ്ങൾ എന്ന് അറിയണം അല്ലെ? സോ ഒരു മട്ടത്രികോണത്തിന്റെ 90 ഡിഗ്രി വരുന്ന ആംഗിളിന് എതിർവശമുള്ള വശത്തിനെയാണ് നമ്മൾ കർണം എന്ന് പറയുന്നത്. അടിയിൽ പാദം, ഇവിടെ ലംബം. പൈതഗോറസ് തിയറമാണ് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. സ്കൂൾ കാലം മുതലേ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഇവിടെ മട്ടത്രികോണത്തിൽ ഏറ്റവും നീളം കൂടിയ വശം എപ്പോഴും കർണമായിരിക്കും എന്ന് ഓർത്ത് വെച്ചോളുക. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് ത്രികങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങൾ കൂട്ടുമ്പോൾ വലിയ വശത്തിന്റെ വർഗം കിട്ടും. അതായത് നമുക്കിവിടെ ഓപ്ഷൻ ബി നിങ്ങൾ നോക്കുക. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 സ്ക്വയർ ആണ്. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, കൂട്ടുമ്പോൾ 5ന്റെ സ്ക്വയർ 25. സോ അതൊരു പൈതഗോറസ് ത്രികങ്ങളാണ്. ഇനി അടുത്ത ഓപ്ഷൻ സി ഒന്ന് നോക്കുക. നമുക്ക് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ കൂട്ടുമ്പോൾ 13 സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ 25ഉം 12ന്റെ സ്ക്വയർ 144 ആണ്. കൂട്ടുമ്പോൾ 13ന്റെ സ്ക്വയർ 169 കിട്ടും. അതും പൈതഗോറസ് ത്രികങ്ങളിൽ പെടും. ഓപ്ഷൻ ഡി നോക്കുക. 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ ആണ്. അതായത് 7ന്റെ സ്ക്വയർ 49ഉം 24ന്റെ സ്ക്വയർ 576ഉം കൂട്ടുമ്പോൾ നമുക്ക് 25ന്റെ സ്ക്വയർ ആയ 625 കിട്ടുന്നു. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും പൈതഗോറസ് ത്രികങ്ങളാണ്. നമ്മളെ ചോദ്യം പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഏത് എന്നാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് 3ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും കൂട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? 8ന്റെ സ്ക്വയർ കിട്ടില്ല. അപ്പം ത്രികങ്ങൾ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്.